യുദ്ധം മധ്യപൂർവേഷ്യയെ അസ്വസ്ഥമാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നത് ഗൾഫ് മേഖലയിൽ സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്നതാണ്. അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ദുബൈയിൽ ജബൽ അലി ഇന്റർനെറ്റ് സിറ്റി എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുടെ വലിയ ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അബുദാബിയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. കുവൈറ്റിൽ നിരന്തരമായ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ വളരെയധികം എഫക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായി കുവൈറ്റ് മാറുമെന്ന് ആശങ്ക നിലനിൽക്കുന്നു. ഖത്തറിലെ തലസ്ഥാനമായ ദോഹയിലും സമാനമായ രീതിയിലുള്ള സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ബഹ്റൈനിൽ ഇതുവരെ 2 മരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതുവരെ ഗൾഫ് മേഖലയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 6 ആണ്. കുവൈറ്റിൽ 1, UAE-യിൽ 3, ബഹ്റൈനിൽ 2 എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. 1 മരണമാണ് ബഹ്റൈനിലെ ന്യൂസ് ഏജൻസി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് സൗദിയിലെ സാഹചര്യം എന്ന് നോക്കാം. ജലീൽ കണ്ണമംഗലം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് റിയാദിൽ നിന്ന് വിവരങ്ങളുമായി. ജലീൽ, എന്താണ് സൗദിയിലെ നിലവിലെ സാഹചര്യം? മറ്റ് ഗൾഫ് മേഖലകളിലൊക്കെ സ്ഫോടനങ്ങളുടെ ശബ്ദം കേൾക്കുന്നു, നിരന്തരമായി അപായ സൈറനുകൾ മുഴങ്ങുന്നു. ഇതിനോടകം ഗൾഫ് മേഖലയിൽ 6 പേർ മരിച്ചു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. കുവൈറ്റിൽ 1, UAE-യിൽ 3 പേർ, ബഹ്റൈനിൽ 2 പേർ എന്നിവരാണ് ഈ മിസൈൽ ആക്രമണത്തിന്റെ അവശിഷ്ടങ്ങൾ തട്ടിയുണ്ടായ അപകടങ്ങളിൽ മരിച്ചിരിക്കുന്നത്. എന്താണ് സൗദിയിലെ സ്ഥിതിഗതികൾ? GK, നിലവിൽ കുവൈത്ത്, ബഹ്റൈൻ, UAE, ഖത്തർ, ഒമാൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ നിന്നും. എന്നാൽ സൗദിയിൽ പിന്നീട് ആക്രമണം ഉണ്ടായിട്ടില്ല. മിനിയാന്ന് രാത്രി ആദ്യഘട്ടത്തിലുണ്ടായ റിയാദിന് നേരെയും അതോടൊപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യക്ക് നേരെയും ഉണ്ടായ ആക്രമണങ്ങൾ മാത്രമാണ് സൗദിക്ക് നേരെ ഉണ്ടായത്. അതിനുശേഷം സൗദി ശാന്തമാണ്, ജീവിതം സാധാരണ നിലയിലാണ്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രശ്നപരിഹാരത്തിന് ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ആക്രമണം നേരിട്ട ഈ രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് ഇറാനെതിരെ നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട്. ഇന്നലെ സൗദിയിലെ ഇറാൻ സ്ഥാനപതി അലി റസ ഇനായത്തിനെ വിളിച്ചു വരുത്തി സൗദി വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാനും അതോടൊപ്പം തന്നെ അതിർത്തികൾ സംരക്ഷിക്കാനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് സൗദി അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി GCC വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം വീഡിയോ വഴി നടന്നത്. സമാധാനപരമായ ശ്രമങ്ങൾക്ക്, സമാധാനപരമായ ചർച്ചകൾക്ക് ഗൾഫ് രാജ്യങ്ങൾ എപ്പോഴും തയ്യാറാണ് എന്ന് ഈ വിദേശകാര്യമന്ത്രിമാർ അറിയിച്ചിരുന്നു. എന്നാൽ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം ഒരു നിലക്കും അനുവദിക്കില്ല എന്ന് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു. GCC-യിലെ ഏതൊരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണവും അത് എല്ലാ രാജ്യങ്ങൾക്കും നേരിട്ടുള്ള ആക്രമണമായി കണക്കാക്കും എന്നാണ്, അതിനെ ഒറ്റക്കെട്ടായി നേരിടും എന്നും GCC-യിലെ ഈ വിദേശകാര്യമന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യക്കാരൊക്കെ, സൗദിയിലുള്ള ഇന്ത്യക്കാരൊക്കെ സുരക്ഷിതരാണ്. ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. അത് ജിദ്ദയിലും മക്കയിലുമാണ്. യാത്രാ തടസ്സം നേരിടുന്ന, അതായത് ഇന്ത്യയിലേക്ക് പോകുന്ന യാത്രക്കാർ ഇവിടെ യാത്രാ തടസ്സം നേരിട്ട് ജിദ്ദ മേഖലയിൽ പ്രയാസം അനുഭവിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സഹായം നൽകാൻ വേണ്ടിയാണ് ഈ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ജിദ്ദയിലും മക്കയിലും ഇന്ത്യൻ കോൺസുലേറ്റ് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ സൗദിയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. വിമാനത്താവളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളുകളും ഓഫീസുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലും അതോടൊപ്പം തന്നെ വിമാന കമ്പനികളും പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യത്തിൽ പല ആളുകളും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകർ, റമദാൻ ആയതുകൊണ്ട് തന്നെ ഉംറ തീർത്ഥാടകർ സൗദിയിലേക്ക് വന്നതുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇവരുടെ തിരിച്ചുപോക്കിനെ ഈ യുദ്ധം ബാധിച്ചിട്ടുണ്ട്. പല തീർത്ഥാടകരും വിമാനത്താവളത്തിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ സൗദി വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രാ തടസ്സം നേരിട്ട് കുടുങ്ങിക്കിടക്കുന്ന മറ്റു ഗൾഫ് രാജ്യങ്ങൾ, അതായത് GCC പൗരന്മാർക്കായി സൗദി ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ പ്രത്യേക സഹായങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവർക്കായി 992 എന്ന ഒരു ഏകീകൃത നമ്പർ നൽകിയിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായ താമസ സൗകര്യവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒക്കെ നൽകാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് സഹോദരങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കരുതി അവരെ സംരക്ഷിക്കണം, അവരെ സ്വീകരിക്കണം, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ മുഴുവനും നൽകണം എന്നാണ് ഭരണാധികാരികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സൗദി ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തിരിച്ചടിക്കാനുള്ള
സന്ദർശിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് സൗദി നേരത്തെ വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം തന്നെ GCC രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും കഴിഞ്ഞ ദിവസം രാത്രി അത് വ്യക്തമാക്കിയതാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ മണ്ണ് സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. രാജ്യത്ത് ഉള്ള പൗരന്മാർക്കും അതോടൊപ്പം തന്നെ രാജ്യത്തെ വിദേശികൾക്കും എല്ലാം ഉള്ള ആവശ്യമായ സൗകര്യങ്ങളും സംരക്ഷണവും നൽകാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്നും ഈ രാജ്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.